കടുവകളെയും സിംഹങ്ങളെയും കരടികളെയും അപ്പെക്സ് പ്രെഡേറ്റർ എന്നാണ് പറയുക. അതായത് ഇവർക്ക് മുകളിൽ വേട്ടക്കാരില്ല. പ്രത്യേകിച്ചും വേട്ടക്കാരില്ലാത്ത എന്നാൽ മറ്റു മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന ജീവികളെയാണ് അപ്പെക്സ് പ്രെഡേറ്റർ എന്ന് പറയുന്നത്. ഇവർ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും കൺസർവേറ്റീവ് വനങ്ങളിൽ ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നത്. അപ്പെക്സ് പ്രെഡേറ്റർ നശിച്ചു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ട്രോഫിക് കാസ്കേഡ് എന്നാണ് പറയുക. 1990കളിൽ യെല്ലോസ്റ്റോൺ ദേശീയ ഉദ്യാനത്തിൽ ചെന്നായ്ക്കളെ വെച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ഇത് തെളിയിക്കപ്പെട്ടത്. ആ ഉദ്യാനത്തിൽ നിന്ന് ചെന്നായ്ക്കളെ പിൻവലിച്ചപ്പോൾ അവിടുത്തെ എൽക്കിന്റെ ജനസംഖ്യ വർദ്ധിച്ചു. ആ ദേശീയ ഉദ്യാനത്തിന്റെ ആവാസ വ്യവസ്ഥ മൊത്തം തകരാനും തുടങ്ങി. ഈ വർദ്ധിച്ച എൽക്കിന്റെ ജനസംഖ്യ പാർക്കിലെ എല്ലാ സസ്യങ്ങളെയും തിന്നു നശിപ്പിക്കാൻ തുടങ്ങി. ചെന്നായ്ക്കളെ വീണ്ടും പാർക്കിലേക്ക് മാറ്റിപ്പാർപ്പിച്ചപ്പോൾ മനോഹരമായ ആവാസ വ്യവസ്ഥ വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. ഈ ഒരു ട്രോഫിക് കാസ്കേഡ് അപ്പെക്സ് പ്രെഡേറ്ററിലൂടെ വലിയ തോതിൽ എഫക്റ്റീവ് ആകുമ്പോൾ ഭൂമിയുടെ ഘടന തന്നെ മാറും.